ഇബ്ലീസ് കടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുതകറ്റും മതമാത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യൻ തോൽക്കും അടിയടി വെട്ടും കൊടുവാളും കടിപിടി കൊട്ടും കൂലിവാൾ വെടിപ്പടയോട്ടം പലതാലും നീരി അടിയടി വെട്ടും കൊടുവാളും കടിപിടി കൊട്ടും കൂലിവാൾ വെടിപ്പടയോട്ടം പലതാലും നീരി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലി ചോര ചൊരിഞ്ഞു എല്ലും
ബാദുഷ നല്ലോണം പാടിയോ? കുഴപ്പമില്ലാതെ പാടി. ഇഷൽ മികവ് റൗണ്ടായിരുന്നു. അടിപിടിയും ബഹളം ഒന്നും ഇല്ലാണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം എന്നല്ലേ, അതല്ലേ ഈ പാട്ട് പറയുന്നത് അല്ലേ? അതുപോലെയൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ടാണോ ഈ പാട്ട് പാടിയേ? കുറച്ചൊക്കെ എടുത്തു, കുറച്ചൊക്കെ ഞങ്ങൾ അവിടെ വെച്ചേക്കും അല്ലേ. ഇനി അടുത്ത പാട്ടിൽ നമുക്ക് തീരുമാനം എടുക്കണ്ടേ അല്ലേ? ഓക്കെ, നന്നായിട്ട് പാടിയെന്ന് തോന്നി. നല്ല ഒരു റിത്തമിക്കൽ സോങ് ആയിരുന്നു അല്ലേ? നല്ല രസമായിട്ട് മോൻ പാടി, നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ശരിക്കുള്ള അഭിപ്രായം അറിയണമെങ്കിൽ നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കണം. ഫൈസൽ സർ, ഇത് പിന്നെ യേശുദാസ് സാർ പാടിയതാണ്. വടകര കൃഷ്ണദാസ മാഷ് സംഗീതം ചെയ്തതാണ്. PT അബ്ദുറഹിമാൻ എഴുതിയതാണ്. ഇത് 3 പേരും ഒരു നമ്മുടെ ഈ ലോകത്തെ പ്രതിഭകൾ, നമുക്കതിന് എന്താ പറയുക, അവരുടേതായ മേഖലയിൽ കഴിവ് തെളിച്ചവരാണ്. ദാസാറുടെ കാര്യം പറയണ്ട. PT അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിലും എത്ര മനോഹരമായി പാട്ടുകൾ, ജനപ്രിയമായ ഒരുപാട് ഗാനങ്ങൾ എഴുതിയ നല്ലൊരു കവിയാണ്. വടകര കൃഷ്ണദാസ മാഷ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് അവർ. 14 ലോഞ്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് സ്റ്റൈലുണ്ട്, അത് ഈ പാട്ടിൽ കൃത്യമായിട്ട് കാണാം. കൃഷ്ണദാസ മാഷ പാട്ട് കേട്ടാൽ അറിയാം അത് മാഷിൻ്റെ പാട്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തെരഞ്ഞെടുപ്പാണ് മാൻ. മനുഷ്യൻ്റെ മനസ്സിലുള്ള ഇബിലീസിനെ ഒഴിവാക്കണം, തൂത്തെറിയണം എന്നുള്ള ഒരു ആഹ്വാനമാണ്. മനസ്സിൽ ഇബിലീസ് കടന്നു കയറി എന്ന് പറഞ്ഞാൽ, ഇബിലീസ് ശൈത്താൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മോശമായ കാര്യങ്ങൾക്കും എതിരെയുള്ള ഒരാഹ്വാനമാണ് ഈ പാട്ട്. ഇബിലീസ് കയറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മോശമായ കാര്യങ്ങൾ, എല്ലാ തിന്മയ്ക്കുമെതിരെയുള്ള ഒരാഹ്വാനമാണ് ശരിക്കും ഈ പാട്ട്. ഇതും ഒരു മൈത്രിയുടെ, ഒരുമയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശം തന്നെയുള്ള പാട്ടാണ്. PT അത് വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. മതങ്ങൾ തമ്മിലുള്ള മത്സരം, രാഷ്ട്രീയത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ പേരിലുള്ള അടി ഇടി, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കൃഷ്ണദാസ മാഷ് കടത്തനാട്ടുകാരനായതുകൊണ്ടായിരിക്കാം ഒരു കളരിയുടെ ഒരു ടോൺ ഈ പാട്ടിൽ വരുന്നത്. അടി ഇടി, കളരിയുടെ ചില വായ്ത്താരികളുണ്ട്, വായ്ത്താരികളുണ്ട്. അടി ഇടി പൊട്ടും, അതൊന്നും ഒരു വാക്കില്ല അതിൽ. അത് കളരിയിൽ പ്രയോഗിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അതേ ശൈലിയിൽ. പിന്നെ ബാദുഷായുടെ പാട്ടിനെ കുറിച്ച് മുമ്പുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും ഒരു ലെവൽ ഇങ്ങനെ പോകുന്ന പാട്ടുകാരനാണ്. ഈ ഒരു തട്ടകം നിലനിർത്തി പോകുന്ന പാട്ടുകാരനാണ്. ഇത് ഒരു സിംഗിങ് സ്റ്റൈല്, ഒരു ലെവൽ ഇങ്ങനെ നിലനിർത്തുകയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും അല്ല ഈ പാട്ട്. ഈ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ പാട്ടിൽ അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ ബാദുഷായുടെ ചില ഒരു സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ബാദുഷാ ഇതേക്കുറിച്ച് ദാസേട്ടൻ പാടുന്നതിന് അപ്പുറം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാൻസൊക്കെ അങ്ങനെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ കൈവിട്ട് പോരുത്. ചില സ്ഥലത്തൊക്കെ അങ്ങനെ പോയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബാദുഷയ്ക്ക് ശരിക്കും ഇതിന്റെ പാട്ടിന്റെ ഒറിജിനൽ ഇത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. ഒറിജിനൽ കേട്ടിട്ടില്ലേ? ഇല്ല. അപ്പൊ ഒറിജിനൽ കേട്ടാലുള്ള സീന അതാണ്. അപ്പൊ ആര് പാടിയാ കേട്ടത് മോനെ? മണ്ണൂർ പ്രകാശേട്ടൻ പാടി. മണ്ണൂർ പ്രകാശേട്ടൻ പാടി തന്നാണ് അല്ലേ? ദാസേട്ടന്റെ പാട്ട് കേട്ടിട്ടില്ല? പല്ലവി കേട്ടിട്ടുണ്ട്. പല്ലവിയെ കേട്ടിട്ടുള്ളൂ. ബാക്കി അപ്പൊ കറണ്ട് പോയോ? അത് നെറ്റിൽ പല്ലവി മാത്രമേ ഉള്ളൂ. പല്ലവി മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ മിസിരിപ്പൊന്ന് എന്ന് പറഞ്ഞൊരു ആൽബത്തിന് വേണ്ടി, ആ ആൽബത്തിൽ ജോയേട്ടനൊക്കെ ട്യൂൺ ചെയ്ത വേറെ പാട്ടുകളുണ്ട്. ഏതായാലും മോൻ്റെ പരമാവധി പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഹമീദ് സർ, AC DC തന്നെ അറിയാം മോന്? AC-യിലും DC-യിലും വർക്ക് ചെയ്യും തന്നെ അറിയാം? കറണ്ടിലും ബാറ്ററിയിലും വർക്ക് ചെയ്യുന്നതാണ് ആ പ്രയോഗം. ഈ പാട്ട് ഒരു അബൂട്ടി ടച്ച് ഉണ്ട്, ഒരു കൃഷ്ണദാസ് ടച്ചും ഉണ്ട്. അതാണ് AC DC എന്ന് പറഞ്ഞത്. മനസ്സിലായോ? കൃഷ്ണദാസിൻ്റെ വേറെ സ്റ്റൈൽ, അബൂട്ടിൻ്റെ, രണ്ടും കൂടി ചേർന്നിട്ടുണ്ട് ഈ പാട്ടിൽ. നന്നായി പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫൈസൽ പറയാൻ പോലല്ല, പാട്ട് കുഴപ്പമൊന്നുമില്ല. വല്ലാതെ നിനക്ക് മാർക്ക് തന്നാൽ ഇബിലീസിൻ്റെ വരും ഇതിൻ്റെ മേലെ. അതുകൊണ്ട് അത്രയൊന്നും തന്നൂടാ. എന്നാലും പാട്ട് നന്നാകുന്നുണ്ട്, കാണാണ്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഹമീദ് സർ. ഷാൻ സർ. ബാദു നന്നായിരുന്നടാ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പെർഫെക്റ്റ് സിംഗിങ് ആയിരുന്നു. എനിക്ക് അവസാനം ഒന്ന് വഴുതിയല്ലേ 1-2 സ്ഥലത്ത്. അപ്പോൾ അതാണ് മാഷ് ഉദ്ദേശിച്ചത്.
പ്ലാൻസ് ഒക്കെ നല്ലതാണ്, കൈവിട്ട് പോകാൻ പാടില്ല എന്ന്. അവസാനം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈവിട്ട് പോയി എന്തായാലും. പക്ഷെ മോൻ അത്രയും നേരം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. പല്ലവി, അനുപല്ലവി, ചരണത്തിൻ്റെ എൻഡിൽ മാത്രം ഒന്ന് പോയി, പിന്നെ എൻഡ് പല്ലവിയിലും ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി. ബാക്കി പെർഫെക്റ്റ് സിംഗിങ് ആണ്, ഒരു കുറ്റം പോലും പറയാനില്ല. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. രേണു ചേച്ചി. ബാദു, ഹായ്. എനിക്കും അതന്നെ പറയാനുള്ളത്. ലാസ്റ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നന്നായിട്ട് പാടി. പിന്നെ സോങ് തന്നെ നല്ല ടഫാണ്, കാരണം കൃഷ്ണദാസ് മാസ്റ്റർ പാട്ടുകൾ പാടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പാടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണം കേട്ടോ. നന്നായിട്ട് പറഞ്ഞു തരും നമുക്ക് പാടിപ്പിക്കുന്ന സമയത്ത്, പക്ഷേ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ടും പറയും കേട്ടോ. അപ്പോൾ മാസ്റ്റർ പാട്ടാണ്, അതിനെ സോങ്ങിൽ അത് അറിയാനും പറ്റും. അപ്പോൾ അത് ടഫുണ്ട്, എന്നാലും അത് സെലക്ട് ചെയ്ത് തന്നെ മോൻ്റെ പ്രായമൊക്കെ അതല്ലേ. അപ്പോൾ അതൊക്കെ അതിനുള്ളൊരു എഫേർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഒരു പല്ലവി മോനൊന്ന് പാടും, നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. തിരി ഇതൊക്കെ വിട്ടോ, ടെൻഷനൊക്കെ ഒന്ന് വിട്ടോ. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യനെ വേറുതകറ്റും. മതമാത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിച്ച് മനുഷ്യൻ തോൽക്കും. അടിയടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടം പോലിവാളും വെടിപടയോട്ടം പലതാലും നീറി. അടിയടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടം പോലിവാളും വെടിപടയോട്ടം പലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെറിഞ്ഞ് മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെറിഞ്ഞ് മാറി. മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരം മനുഷ്യനെ വേറുതകറ്റും. നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പം പാടിയ സംഗതി ഉണ്ടല്ലോ, നല്ലോണം ഒതുക്കി ഇങ്ങോട്ട് എടുത്തല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്പീഡും അറിയാം, ഒതുക്കേണ്ടടുത്ത് അങ്ങനെ ഒതുക്കാനും അറിയാം അല്ലേ ബാദുവിന്. അപ്പോൾ ശ്രദ്ധിക്കാൻ നന്നായിരുന്നു കേട്ടോ മോനെ. താങ്ക് യു രേണു ചേച്ചി. അപ്പം നല്ല കമൻസൊക്കെ കേട്ടോ അല്ലേ? കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്? 90 മാർക്ക്. 90 മാർക്ക്. ഇപ്രാവശ്യം അറിയില്ല, കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലേ? ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ചോദിച്ചു നോക്കാം മാർക്ക്. ഫൈസൽ സർ. 28. താങ്ക് യു സർ. 28. 30-ൽ 28 മാർക്കാണ് ഫൈസൽ സാറ് നൽകിയിരിക്കണേ. ഷാൻ സർ. 28. 28. 30-ൽ 28 മാർക്ക്. താങ്ക് യു ഷാൻ സർ. രഹന ചേച്ചി. 28. ഓക്കെ, 30-ൽ വീണ്ടും 28. ഇനി നമുക്ക് ഹമീദ് സാറ് 10-ൽ എത്ര മാർക്ക് തരുന്നു കൂടി നോക്കണം. സർ. 8 മാർക്ക് നിനക്ക് ഈ പാടിയതിന്, 1/2 മാർക്ക് നിൻ്റെ പേരിനും. ബാദുഷാ അല്ലേ? നല്ല പേരാ. 1/2 മാർക്ക്, അപ്പോൾ 8.5 മാർക്ക്. എന്താ? വെരി ഗുഡ്. താങ്ക് യു. ഹമീദ് സാറ് 8.5 മാർക്കാണ് 10-ൽ നൽകിയിരിക്കുന്നത് അല്ലേ? 8 മാർക്ക് ബാദുഷയുടെ പാട്ടിനും 1/2 മാർക്ക് പേരിനും ബാദുഷയ്ക്കും അല്ലേ? അങ്ങനെ നമ്മുടെ ടോട്ടൽ സ്കോർ 100-ൽ 92.5 മാർക്ക്. ഹാപ്പിയാണോ? കൺഗ്രാറ്റ്സ്, നല്ല മാർക്കാണ്. ഇനി സുൽത്താൻ തന്നെ ഞാൻ വിളിക്കേണ്ടി വരുമല്ലോ അല്ലേ? അറിയില്ല, വിളിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, കാത്തിരിക്കാൻ നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ബാദു, ഹായ്. അടിച്ചു പൊളിച്ചല്ലേ? അതെ. 92 മാർക്സ് കിട്ടി. അതെ. ആരാ സോങ് ഒക്കെ സെലക്ട് ചെയ്തത്? ഹനീഫ മുടിക്കൂടൻ്റെ ഗുരുവാണ്. സോ ഈ ഇംപ്രൂവ്മെന്റ് കീപ്പ് ചെയ്യണം, ഒരിക്കലും താവരുത്. ഓക്കെ, ഉറപ്പല്ലേ? അപ്പം അടുത്ത പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.